സോമാലിലാൻഡിൽ നിന്ന് സൗദി അറേബ്യ നിരീക്ഷിക്കാൻ വേണ്ടി ഇസ്രായേൽ ഒരുങ്ങുകയാണ്. ഈ ഒരു ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് സോമാലിലാൻഡിനെ ഔദ്യോഗികമായിട്ട് ഇസ്രായേൽ അംഗീകരിച്ചിരിക്കുകയാണ്. 1960 കാലഘട്ടത്തിലാണ് സോമാലിയ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാകുന്നത്. പിന്നീട് അവിടെ വലിയ രീതിയിൽ ആഭ്യന്തര വിഷയങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. പിന്നീട് ഒരു ടീം വിഭാഗമാണ് കുറച്ച് സൈനികരെ പോലെയുള്ള ഒരു വിമതപക്ഷത്തെ ചേർത്തുകൊണ്ട് സോമാലി ലാൻഡ് എന്ന് പറയുന്ന പ്രദേശത്തെ രാജ്യമായിട്ട് പ്രഖ്യാപിച്ചത്. അതോടുകൂടി സോമാലിയയും സോമാലി ലാൻഡും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിയ രീതിയിലുള്ള ആക്രമവും വെടിവെപ്പും കാര്യങ്ങളൊക്കെ നടത്തി പ്രാദേശിക രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ രണ്ട് പക്ഷവും രണ്ട് ഭാഗമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. എന്നാൽ ലോക രാജ്യങ്ങളൊന്നും സോമാലിലാൻഡിനെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കുന്നില്ല. സോമാലിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് അവർ അംഗീകരിക്കുന്നത്. ഈ UN സഭ, ഐക്യരാഷ്ട്ര സഭയും സോമാലിലാൻഡിനെ ഒരു രാജ്യമായിട്ട് അംഗീകാരം നൽകിയിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ പൊടുന്നനെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അതിനെ രാജ്യമായിട്ട് അംഗീകരിച്ചു. ഏതുപോലെ അഫ്ഗാനിസ്ഥാനിനെ ചൈന രാജ്യമായിട്ട് അംഗീകരിച്ച പോലെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം വന്നതിന് ശേഷം, അതായത് ഈ ആദ്യഘട്ടത്തിൽ അമീദ് കർസായി ആയിരുന്നു, അതിനു മുൻപ് താലിബാൻ ആയിരുന്നു. പിന്നീട് അമേരിക്കയുമായിട്ടുള്ള പെന്റഗൺ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അൽഖ്വയ്ദ തീവ്രവാദികൾ ആക്രമണം നടത്തിയതോട് കൂടിയിട്ടാണ് അവിടെ ഭരണമാറ്റം അമേരിക്ക ഉണ്ടാക്കുന്നത്. അമീദ് കർസായിയുടെ നേതൃത്വത്തിൽ ഭരണ സംവിധാനം വന്നു. 17 വർഷത്തോളം അവിടെ ഭരിച്ചു. പൊടുന്നനെ ഒരു സുപ്രഭാതത്തിൽ പുറത്താക്കപ്പെട്ട താലിബാൻ ശക്തി സംഭരിച്ചുകൊണ്ട് അമീദ് കർസായിയുടെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ സഹോദരൻ അഷ്റഫ് കർസായിട്ടാണ് ഭരണം നടത്തുന്നത്. ആ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇവർ ഭരണത്തിലേറുകയും ചെയ്തു. ഭരണത്തിലേറിയ ശേഷം പിന്നെ ലോക രാജ്യങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല. അതിന് പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ താലിബാൻ വിഭാഗത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനലായിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ച ആ വിഭാഗം ഭരണത്തിലേറുന്ന സമയത്ത് പെട്ടെന്ന് അംഗീകരിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. എന്നാൽ ഇവർ